ഇന്ന് ഗുരുവായൂരപ്പന്റെ ഓടക്കുഴലിനെ കുറിച്ചും പാദസരത്തെ കുറിച്ചുമാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. ഭഗവാന്റെ അവതാരം ഭൂമിയിൽ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ദേവീ ദേവന്മാരെയും ക്ഷണിക്കുകയാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് ഭൂമിയിൽ വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മഹാദേവനും പാർവതി ദേവിയും കൂടെ ഇങ്ങനെ ആലോചിക്കാം എന്തായിട്ട് പോകണമെന്നുള്ളത്. അപ്പം മഹാദേവൻ പറഞ്ഞു, ഞാൻ വേണുവായിട്ട് പോകാം എന്ന് പറഞ്ഞു. അതായത് ഈ ഒരു അവതാരത്തിൽ, ശ്രീകൃഷ്ണ അവതാരത്തിലെ ഭഗവാന്റെ വകയായിട്ട് വേണുഗാനം ഉണ്ടായിരിക്കും. അപ്പം ഞാൻ വേണുവായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഈ ഓടക്കുഴൽ വേണു, അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിലൊന്നുമില്ല, ശുദ്ധാണ്. അതേപോലെ തന്നെ ശുദ്ധനാണ് മഹാദേവനും. അപ്പോൾ ഭഗവാന്റെ ആ ഒരു അധരാമൃതം നുകരാനായിട്ട് സാധിക്കുന്നത് മഹാദേവനാണ്. അപ്പൊ അത് കേട്ടിട്ട് പാർവതി ദേവി പറയാണ്, ഞാൻ അങ്ങനെയൊന്നല്ല പോകാൻ പോണത് എന്ന് പറഞ്ഞു. അപ്പൊ മഹാദേവൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പാദസരായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. ഭഗവാന്റെ ആ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് യശോദാമ്മ അണിയിച്ചു കൊടുക്കുന്നതാ. ഈ ചെറിയ കുട്ടികൾ ഇങ്ങനെ മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ കിലുങ്ങുന്ന പാദസരമൊക്കെ അണിയിച്ചു കൊടുക്കുന്നത്. അതേപോലെ യശോദാമ്മ ചെറുപ്പത്തിൽ അണിയിച്ചു കൊടുത്തതാ, പിന്നെ അത് ഭഗവാൻ ഊരിയിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെ പാർവതി ദേവി പാദസരായിട്ടാണ് പോകുന്നത്. ഭട്ടേരിപ്പാട് പറയുന്നുണ്ട്, മഞ്ചീരം മഞ്ജുനാഥേരിവ പദവചനം ശ്രേയാന്ന്, ഈ പാദത്തെ ഭജിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മഹാദേവൻ വന്നത് വേണുവായിട്ടും പാർവതി ദേവി വന്നത് പാദസരമായിട്ടാണ്.